ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ആദ്യത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ബോക്സിൽ വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. ആദ്യത്തേത് നോക്കൂ, 2 കൂട്ടണം 2 കൂട്ടണം 2 അല്ലേ? 3 പ്രാവശ്യം 2, അത് ഗുണിക്കുന്നത് 3 ഗുണിക്കണം 2, ഉത്തരം 6. അപ്പോൾ ആദ്യത്തേതിൽ കൂട്ടുന്നതാണ് ഉള്ളത് അല്ലേ? 2 കൂട്ടണം 2 കൂട്ടണം 2, അത് 3 പ്രാവശ്യം 2 ആണ്. ഗുണിക്കുന്നത് 3 ഗുണിക്കണം 2, 3 2 6. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളത് ചെയ്യാം. ആദ്യം 2 എന്നാണ് തന്നിരിക്കുന്നത്. 2 എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം 2 അല്ലേ? അപ്പോൾ 1 ഗുണിക്കണം 2, ഉത്തരം 2. ഇനി തന്നിരിക്കുന്നത് 5 പ്രാവശ്യം 2 കൂട്ടുന്നതാണ്. അപ്പോൾ അതിനർത്ഥം 5 പ്രാവശ്യം 2, 5 ഗുണിക്കണം 2 10, ഉത്തരം. ഇനി 6 ഗുണിക്കണം 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 6 പ്രാവശ്യം 2 കൂട്ടി 6 ഗുണിക്കണം 2, 6 2 12. ഇനി 8 പ്രാവശ്യം 2 എന്നാണ് അല്ലേ? അപ്പോൾ 8 പ്രാവശ്യം കൂട്ടണം 2നെ, 8 ഗുണിക്കണം 2 16. അടുത്തത് 2 കൂട്ടണം 2 ആണ്. അപ്പോൾ 2 പ്രാവശ്യം 2, 2 ഗുണിക്കണം 2 4. ഇനി 4 ഗുണിക്കണം 2 ആണ്. അപ്പോൾ 4 പ്രാവശ്യം 2 എഴുതി കൂട്ടണം. 4 ഗുണിക്കണം 2 8. ഇനി 7 പ്രാവശ്യം 2 കൂട്ടി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 7 പ്രാവശ്യം 2, 7 ഗുണിക്കണം 2 14. ഇനി 9 പ്രാവശ്യം 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 9 പ്രാവശ്യം 2 എഴുതി കൂട്ടണം. 9 ഗുണിക്കണം 2 18. ഇനി അവസാനം 20 എന്ന് ഉത്തരം തന്നിട്ടുണ്ട്. അപ്പോൾ 10 പ്രാവശ്യം 2, 10 ഗുണിക്കണം 2 20. ഇനി താഴെ തന്നിരിക്കുന്നത് 2 കൂട്ടണം 2 കൂട്ടണം 2, 3 പ്രാവശ്യം 2 കൂട്ടിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഗുണന രൂപത്തിൽ എഴുതുമ്പോൾ 3 ഗുണിക്കണം 2 എന്ന് എഴുതി അല്ലേ? എന്നിട്ട് അതേ കൂട്ടണം 5 പ്രാവശ്യം 2 എഴുതി കൂട്ടിയിട്ടുണ്ട്. അത് ഗുണിക്കുമ്പോൾ 5 ഗുണിക്കണം 2 അല്ലേ? അപ്പോൾ ആദ്യം 3 എഴുതി കൂട്ടി, പിന്നെ 5 എഴുതി കൂട്ടി. അപ്പോൾ 5ഉം 3ഉം 8. അപ്പോൾ അത് ഗുണന രൂപത്തിൽ എഴുതുമ്പോൾ 8 ഗുണിക്കണം 2 16. അപ്പോൾ ആദ്യത്തെ 3 ഗുണിക്കണം 2 എന്ന് പറയുമ്പോൾ 6, 5 ഗുണിക്കണം 2 എന്ന് പറയുമ്പോൾ 10 അല്ലേ? 10 കൂട്ടണം 6 16. ഇനി ബാക്കിയുള്ളതും കൂടി എഴുതാം. 2 കൂട്ടണം 2, അത് ഗുണന രൂപത്തിൽ എഴുതുമ്പോൾ 2 ഗുണിക്കണം 2. ഇനി 3 പ്രാവശ്യം 2 എഴുതി കൂട്ടിയിട്ടുണ്ട് അല്ലേ? 2 കൂട്ടണം 2 കൂട്ടണം 2, അത് 3 ഗുണിക്കണം 2. അപ്പോൾ 2ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 5 പ്രാവശ്യം 2 എഴുതിയിട്ടുണ്ട് അല്ലേ? 5 ഗുണിക്കണം 2, ഉത്തരം 10. ഇനി അവസാനത്തേത് നോക്കൂ. 5 പ്രാവശ്യം 2 എഴുതി കൂട്ടിയിട്ടുണ്ട്. കൂട്ടണം 2 പ്രാവശ്യം 2. അപ്പോൾ 5ഉം 2ഉം 7. 7 ഗുണിക്കണം 2, ഉത്തരം വരുന്നത് 14. ഇനി താഴെ തന്നിരിക്കുന്ന ബോക്സ് പൂരിപ്പിക്കാൻ തന്നെയാണ്. ആദ്യത്തേത് നോക്കൂ. 4 ബട്ടണാണ് തന്നിരിക്കുന്നത്. 4 ബട്ടണിലും 2 തുളകൾ വീതമാണ് ഉള്ളത്, കണ്ടില്ലേ? അപ്പോൾ 4 ഗുണിക്കണം 2, 4 പ്രാവശ്യം 2, ഉത്തരം 8. ഇനി രണ്ടാമത്തേതിൽ എത്രയാണുള്ളത്? ബട്ടൺ 3 അല്ലേ? ഓരോ ബട്ടണും 2 തുളകൾ വീതം. അപ്പോൾ 3 ഗുണിക്കണം 2 6. ഇനി അടുത്തത് 5 ഗുണിക്കണം 2 10. അടുത്തത് 6 ഗുണിക്കണം 2 12. ഇനി ബാക്കിയുള്ള ബട്ടണുകൾ നമ്മളോട് വരച്ചു ചേർത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 16 20 2 14 18 4 ഇതൊക്കെയാണ് ഉത്തരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 16 ഉത്തരം കിട്ടുമ്പോൾ 8 ബട്ടണുകൾ അല്ലേ? 2 ദ്വാരം വീതമുള്ളത്. 8 ഗുണിക്കണം 2 16. അടുത്തത് ഉത്തരം 20 ആണ്. അപ്പോൾ 10 ബട്ടണുകളാണ് ഉള്ളത്. 10 ഗുണിക്കണം 2, 10 പ്രാവശ്യം 2 എഴുതി കൂട്ടിയാൽ ഉത്തരം 20. അടുത്തത് 2 എണ്ണമാണ്. അപ്പോൾ ഒരു ബട്ടണാണ്, അതിൽ 2 തുളകളാണുള്ളത്. അപ്പോൾ 1 ഗുണിക്കണം 2 2. ഇനി 14 ഉത്തരം കിട്ടാൻ 7 ഗുണിക്കണം 2, 7 ബട്ടണുകൾ വരച്ചു ചേർക്കണം. അടുത്തത് ഉത്തരം 18 ആണ്. അപ്പോൾ 9 ഗുണിക്കണം 2 18. 9 പ്രാവശ്യം 2 എഴുതി കൂട്ടണം.
അടുത്തത് 2 ഗുണിക്കണം 2, ഉത്തരം 4 അപ്പോൾ 2 ബട്ടണുകളാണ് എഴുതേണ്ടത്. അടുത്തത് നോക്കൂ, നമ്മുടെ ഗണിതശാസ്ത്ര ലാബിൽ പന്തുകൾ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ. ആദ്യത്തേത് 5 എണ്ണമാണ് അല്ലേ, ഒരു പ്രാവശ്യം 5, അപ്പോൾ 1 ഗുണിക്കണം 5 5. പിന്നെ 2 പ്രാവശ്യം 5, അപ്പോൾ 2 ഗുണിക്കണം 5 10. ഇനി 3 പ്രാവശ്യം 5, 3 ഗുണിക്കണം 5 15. 4 പ്രാവശ്യം 5, 4 ഗുണിക്കണം 5 20. 5 പ്രാവശ്യം 5, 5 ഗുണിക്കണം 5 25. അടുത്തത് 6 പ്രാവശ്യം 5, 6 ഗുണിക്കണം 5 30. 7 പ്രാവശ്യം 5, 7 ഗുണിക്കണം 5 35. 8 പ്രാവശ്യം 5, 8 ഗുണിക്കണം 5 40. 9 പ്രാവശ്യം 5, 9 ഗുണിക്കണം 5 45. 10 ഗുണിക്കണം 5, 10 പ്രാവശ്യം 5. ഉത്തരം എത്രയാണ്? 50. ഇനി നമ്പർ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 5 10 15 20 25. 5 വ്യത്യാസത്തിലാണ് കൂടി പോകുന്നത്. അപ്പോൾ എത്രയാണ്? 5 10 15 20 25 30 35 40. അടുത്തത് നോക്കൂ, 30 35 40, അതും 5ആണ്. അപ്പോൾ അതിനോട് 5 കൂട്ടി പോകുമ്പോൾ 40 കഴിഞ്ഞാൽ 45, 50 55 60 65. ഇനി അവസാനത്തേത് തന്നിരിക്കുന്നത് 50 55 60 എന്നാണ്. അപ്പോൾ അതിൻ്റെ മുൻപിൽ 5 കൂട്ടി പോകണം. അതുപോലെ തന്നെ പുറകിലേക്ക് 5 കുറച്ച് എഴുതണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 40 45 50 55 60 65 70 75. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 പാറ്റേണിലും 5 ആണ് വ്യത്യാസം അല്ലേ? 5 കൂടി പോകുന്നതാണ് 3 പാറ്റേണും. അടുത്ത പാറ്റേൺ നോക്കൂ, 2 4 6 8. 2 വ്യത്യാസം വരുന്നത്. അപ്പോൾ 8 കഴിഞ്ഞാൽ ഇനി 8 കൂട്ടണം 2 10, 10 കൂട്ടണം 2 12. ഇനി അടുത്തത് 5 10 15. 5 വ്യത്യാസം അല്ലേ, കൂടി വരുന്നത്. അപ്പോൾ 20 25 30. ഇനി 3 6 9. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 അല്ലേ. 3 6 9, 9 കൂട്ടണം 3 12, പിന്നെ 15 18. അടുത്തത് 6 12 18. 6ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 6 അല്ലേ. അപ്പോൾ 6 കൂടി പോകുന്നത്. അപ്പോൾ 18 24 30 36. ഇനി അവസാനത്തേത് നോക്കൂ, 32 16 8 4 2 1. കുറഞ്ഞാണ് പോകുന്നത് അല്ലേ. 32 കഴിഞ്ഞാൽ 16. 32ൻ്റെ പകുതിയാണ് 16 എന്ന് പറയുന്നത്. ഇനി 16ൻ്റെ പകുതിയാണ് 8. 8ൻ്റെ പകുതിയാണ് 4. 4ൻ്റെ പകുതി 2. 2ൻ്റെ പകുതി 1. അപ്പോൾ അവസാനത്തെ ആ ഒരു പാറ്റേൺ മാത്രമാണ് ഒരു വ്യത്യാസം. അടുത്തത് 20നെ പല രീതിയിൽ എഴുതാനാണ് തന്നിരിക്കുന്നത്. 10 ഗുണിക്കണം 2 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കൂട്ടണം 2 കൂട്ടണം 2 എന്ന് തന്നിട്ടുണ്ട്. അത് പൂരിപ്പിച്ച് എഴുതണം. പിന്നെ 5 കൂട്ടണം 5. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 1 4 ഗുണിക്കണം 5 20. പിന്നെ 15 കൂട്ടണം 5 20. പിന്നെ വിട്ടുപോയിട്ടുണ്ട് താഴെ അല്ലേ. 2 കൂട്ടണം 2, അത് 10 പ്രാവശ്യം 2 എഴുതിയാൽ നമുക്ക് 20 കിട്ടും. അതുപോലെ തന്നെ 4 പ്രാവശ്യം 5 എഴുതിയാലും നമുക്ക് ഉത്തരം 20 കിട്ടും. ഇനി അടുത്തത് നോക്കൂ, 40. 40നെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. എത്രയാണ്? 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10. 4 10 ചേർന്നാലാണ് 40 അല്ലേ. ഇനി 10കളെ വീണ്ടും ഭാഗിച്ചിരിക്കുന്നു. എങ്ങനെയാണ്? 5 കൂട്ടണം 5. അപ്പോൾ ചില ഭാഗങ്ങളിൽ 5 എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എഴുതി ചേർക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ 5 കൂട്ടണം 5 5 കൂട്ടണം 5 5 കൂട്ടണം 5 5 കൂട്ടണം 5 അങ്ങനെ കിട്ടും. ഇനി 10 സമം 5 കൂട്ടണം 5. 20 സമം 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 5 4 തവണ. 30 എന്ന് പറയുമ്പോൾ 6 തവണ 5 എഴുതി കൂട്ടണം. 40 എന്ന് പറയുമ്പോഴോ 8 തവണ 5 എഴുതി കൂട്ടണം. ഇനി സൈക്കിളുകളും ചക്രങ്ങളുമാണ്. 3 സൈക്കിളിന് എത്ര ചക്രങ്ങളുണ്ട്? 3 സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു സൈക്കിളിന് 2 ചക്രമാണ്. അപ്പോൾ 3 സൈക്കിളിന് 3 ഗുണിക്കണം 2 6.
അതുപോലെ തന്നെ 6 സൈക്കിളിനോ 6 ഗുണിക്കണം 2 12. 5 സൈക്കിളിന് 5 ഗുണിക്കണം 2 10. ഇനി 2 ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ? അതിൽ ആദ്യത്തേത് ചക്രങ്ങളുടെ എണ്ണവും രണ്ടാമത്തേത് സൈക്കിളുകളുടെ എണ്ണവുമാണ്. അപ്പോൾ ആദ്യത്തേത് 6 ചക്രമുണ്ടെങ്കിൽ എത്ര സൈക്കിൾ ഉണ്ടായിരിക്കും? 3 സൈക്കിൾ അല്ലേ? 3 ഗുണിക്കണം 2. അതുപോലെ തന്നെ 6 സൈക്കിളാണെങ്കിലോ 12 ചക്രം, 5 സൈക്കിളാണെങ്കിൽ 10 ചക്രം. ഇനി ചക്രം 14 ആണെങ്കിലോ 7 സൈക്കിളാണ് ഉണ്ടാവുക. 2 ചക്രമാണെങ്കിൽ 1 സൈക്കിൾ, 16 ചക്രമാണെങ്കിൽ 8 സൈക്കിൾ, 20 ചക്രമാണെങ്കിലോ 10 സൈക്കിൾ. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? 1 സൈക്കിളാണെങ്കിൽ 2 ചക്രമാണ് ഉണ്ടാവുക. ചക്രങ്ങളുടെ എണ്ണമായിരിക്കും കൂടുതൽ. അടുത്തത് വിട്ടുപോയവ പൂരിപ്പിക്കാനാണ്. 10 ഗുണിക്കണം 2 20, 8 ഗുണിക്കണം 2 16, 6 ഗുണിക്കണം 2 12, 4 ഗുണിക്കണം 2 8, 2 ഗുണിക്കണം 2 4, 1 ഗുണിക്കണം 2 2, 3 ഗുണിക്കണം 2 6, 5 ഗുണിക്കണം 2 10, 7 ഗുണിക്കണം 2 14, 9 ഗുണിക്കണം 2 18. ഇതും വിട്ടുപോയത് പൂരിപ്പിക്കാനാണ്. ആദ്യത്തേത് നോക്കൂ, 1 2 പിന്നെ 4 5 6 ആണ്. അപ്പോൾ ഇടയിൽ വിട്ടുപോയിട്ടുള്ളത് 3 ആണ്. 4 5 6 7 8 9 10 തുടർച്ചയായിട്ടുള്ള സംഖ്യകൾ അല്ലേ? അടുത്തത് നോക്കൂ, 2 4 6 2ൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ വരുന്നത് 8 10 12 14. മുകളിൽ തന്നിരിക്കുന്ന സംഖ്യയുടെ ഇരട്ടിയാണ് താഴെയുള്ളത്. 1ൻ്റെ ഇരട്ടിയാണ് 2, 2ൻ്റെ ഇരട്ടിയാണ് 4, 3ൻ്റെ ഇരട്ടിയാണ് 6, 4ൻ്റെ ഇരട്ടിയാണ് 8, 5ൻ്റെ ഇരട്ടി 10, 6ൻ്റേത് 12, 7ൻ്റേത് 14, 8ൻ്റേത് 16, 9ൻ്റേത് 18, 10ൻ്റേത് 20. ഇനി ചേർത്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലേ? അത് ഉത്തരവുമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഗുണനവുമുണ്ട്. നോക്കാം. ഇവിടെ ചേർത്ത് വരച്ചിരിക്കുന്നത് 5 ഗുണിക്കണം 5 ആണ്. അപ്പോൾ 25. ഇനി 1 ഗുണിക്കണം 5 ഉത്തരം 5, 2 ഗുണിക്കണം 5 ഉത്തരം 10, 3 ഗുണിക്കണം 5 ഉത്തരം 15, 4 ഗുണിക്കണം 5 ഉത്തരം 20, 5 ഗുണിക്കണം 5 25, 6 ഗുണിക്കണം 5 ഉത്തരം 30. ഇനി നമ്മൾ യോജിപ്പിച്ച് വരച്ചത് ഇതിലേക്ക് എടുത്തെഴുതണം. 5 ഗുണിക്കണം 5 അവർ തന്നിട്ടുണ്ട് അല്ലേ? 25. ബാക്കിയുള്ളത് 1 ഗുണിക്കണം 5 5, 2 ഗുണിക്കണം 5 10, 3 ഗുണിക്കണം 5 15, 4 ഗുണിക്കണം 5 20, 6 ഗുണിക്കണം 5 30. ഇനി വിട്ടുപോയത് എഴുതാനാണ്. താഴെ ഒരു വട്ടം വരച്ചിട്ടുണ്ട് അല്ലേ? അതിൽ അതിൻ്റെ ഉത്തരം എഴുതി ചേർക്കാനാണ്. അപ്പോൾ 10 ഗുണിക്കണം 5 50, 9 ഗുണിക്കണം 5 45, 8 ഗുണിക്കണം 5 40. അപ്പോൾ 5ൻ്റെ ഗുണനം താഴേക്ക് എഴുതുന്നതാണ്. 7 ഗുണിക്കണം 5 35, 6 ഗുണിക്കണം 5 30, 5 ഗുണിക്കണം 5 25, 4 ഗുണിക്കണം 5 20, 3 ഗുണിക്കണം 5 15, 2 ഗുണിക്കണം 5 10, 1 ഗുണിക്കണം 5 5. എത്ര ബോക്സുകൾ ഉണ്ട് എന്നാണ്. ആദ്യത്തേത് നോക്കൂ, എത്ര ബോക്സിൽ നിറം കൊടുത്തിട്ടുണ്ട്? 2 ബോക്സിലാണ് നിറം കൊടുത്തിട്ടുള്ളത്. എത്ര ബോക്സാണ് ഉള്ളത്? 2 4 6 8 10. ആദ്യത്തെ വരിയിൽ 5 എണ്ണം, അങ്ങനെയുള്ള 2 വരികളാണുള്ളത് അല്ലേ? 2 ഗുണിക്കണം 5 10. ഇനി രണ്ടാമത്തേത് നോക്കൂ, എത്ര കളങ്ങളിലാണ് നിറം കൊടുത്തിട്ടുള്ളത്? 1 2 3. മൊത്തം എത്ര ബോക്സുകളാണുള്ളത്? ആദ്യത്തെ വരിയിൽ 5 എണ്ണം, അങ്ങനെയുള്ള 3 വരികളാണുള്ളത്. 3 ഗുണിക്കണം 5 15. ഇനി എത്ര ബോക്സുകൾക്കാണ് നീല കളർ കൊടുത്തിട്ടുള്ളത്? 1 2 3 4 5. ചുവപ്പ് കളർ കൊടുത്തിട്ടുള്ളതോ? അതും 5 തന്നെയാണ്. ഇനി എത്ര കോളത്തിനാണ് മൊത്തം കളർ കൊടുത്തിട്ടുള്ളത്? 5 കൂട്ടണം 5 10. ഇനി എത്രയാണ് കളർ കൊടുക്കാത്തത്? 10. അടുത്തത് നോക്കൂ, എത്ര വൃത്തത്തിനാണ് കളർ കൊടുത്തിട്ടുള്ളത്? 10 എണ്ണം അല്ലേ? എത്ര വൃത്തങ്ങളാണുള്ളത്? ആദ്യത്തെ വരിയിൽ 5 എണ്ണം, അങ്ങനെയുള്ള 10 വരികളാണുള്ളത്. 10 ഗുണിക്കണം 5 50. ഇനി നിറം കൊടുക്കാത്ത എത്ര വൃത്തങ്ങളുണ്ട്? ആകെ 50 ആണ്. അതിൽ നിന്നും 10 എണ്ണത്തിന് നിറം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50 കുറയ്ക്കണം 10 40. പാറ്റേൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
2, 4, 8, 16. 2ൻ്റെ ഇരട്ടിയാണ് 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16, 16ൻ്റെ ഇരട്ടി 32. അടുത്തത് 3, 6, 12, 24. ഇരട്ടിയായി പോകുന്നതാണ് അല്ലേ. 3, അതിൻ്റെ ഇരട്ടി 6, 6ൻ്റെ ഇരട്ടി 12, 12ൻ്റെ ഇരട്ടി 24, 24ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 48. അടുത്തതും അതുപോലെ തന്നെയാണ് 5, 10, 10ൻ്റെ ഇരട്ടി 20, 20ൻ്റേത് 40, 40ൻ്റേത് 80. ഇനി 4, 8, 16, 16ൻ്റെ ഇരട്ടി 32, 32ൻ്റെ ഇരട്ടി 64. ഇനി 8, 16, 32. 8ൻ്റെ ഇരട്ടിയാണ് 16, 16ൻ്റേത് 32, 32ൻ്റേത് 64, 64ൻ്റേത് 128. ഇനി ഓരോ സംഖ്യയുടെയും ഇരട്ടി വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3ൻ്റേത് 6, 13ൻ്റേത് 26, അതുപോലെ തന്നെ 15ൻ്റേത് 30, 20ൻ്റേത് 40, 14ൻ്റേത് 28, 8ൻ്റേത് 16, അതുപോലെ തന്നെ 7ൻ്റേത് 14, പിന്നെ 5ൻ്റേത് 10. ഇതാണ് വരച്ച് യോജിപ്പിക്കേണ്ടത്. ടൂറ് കഴിഞ്ഞ് വരുമ്പോൾ മിഴി 8 ജോഡി വളകൾ വാങ്ങി അവളുടെ കൂട്ടുകാർക്ക്. അപ്പോൾ എത്ര വളകളാണ് ഉള്ളത്? 8 ജോഡി. ഒരു ജോഡി എന്ന് പറയുമ്പോൾ 2 എണ്ണം. അങ്ങനെയുള്ള 8 ജോഡി എന്ന് പറയുമ്പോൾ 8 ഗുണിക്കണം 2, 16. ഇനി കൂട്ടിൽ എത്ര പക്ഷികളുണ്ട് എന്നാണ്. 4 ജോഡി പക്ഷികളുണ്ടായിരുന്നു. അതിൽ നിന്നും നീതു ഫ്രണ്ടിന് ഒരു ജോഡി കൊടുത്തു. ഇനി ബാക്കി എത്രയുണ്ട്? 4 കുറയ്ക്കണം 1, 3 ജോഡിയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇനി എത്ര ജോഡി പക്ഷികളുണ്ട്? 3 ജോഡി പക്ഷികളാണ് ഉള്ളത്. എത്രയാണപ്പോൾ? 3 ഗുണിക്കണം 2, 6. അടുത്തത് വിട്ടുപോയവ പൂരിപ്പിക്കാനാണ്. 2 നടുവിൽ എഴുതിയിരിക്കുന്നു. അതിന് ചുറ്റും കുറച്ച് സംഖ്യകൾ തന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ പോലെയുള്ളത് 3 ഗുണിക്കണം 2 കണ്ടില്ലേ. ആ 2ഉം അതുപോലെ തന്നെ അതിനടുത്തുള്ള സംഖ്യയും തമ്മിൽ ഗുണിച്ചെഴുതിയിരിക്കുന്നതാണ്. ഇനി 2 ഗുണിക്കണം 2 ഉത്തരം 4 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും പൂരിപ്പിക്കണം. 5 ഗുണിക്കണം 2 10, 4 ഗുണിക്കണം 2 8, 7 ഗുണിക്കണം 2 14, 6 ഗുണിക്കണം 2 12, 9 ഗുണിക്കണം 2 18, 1 ഗുണിക്കണം 2 2. ഇനി 5 കൊണ്ട് ഗുണിക്കുന്നതാണ്. ഇതിൽ ഉത്തരമാണ് തന്നിരിക്കുന്നത്. 5നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് 20 കിട്ടുക? 4 5 20 അല്ലേ. അതുപോലെ 3 5 15, 9 5 45. ഇനി ബാക്കിയുള്ളതും കൂടി എഴുതണം. 5നെ 8 കൊണ്ട് ഗുണിച്ചാൽ 40, 5 10 50, 5 6 30, 5 7 35, 5 5 25 തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നടുവിൽ തന്നിരിക്കുന്നത് 10 ആണ് അല്ലേ. 10നെ ആ അടുത്തുള്ള കോളത്തിൽ തന്നിരിക്കുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കണം. 10 3 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി എഴുതാം. 10 2 20, 10 4 40, 19 90, 15 50, 11 10, 10 7 70, 18 80. ഇതിൽ 10 2ഉം അതുപോലെ തന്നെ 10 4ഉം നമ്മൾ ഇല്ലാത്ത സംഖ്യ നോക്കി എഴുതി ഗുണിച്ചതാണ്. അടുത്തത് ഒരു ബോക്സ് പൂരിപ്പിക്കാനാണ്. കളർ കൊടുത്തിട്ടുണ്ട് അല്ലേ ചില കോളങ്ങളിൽ. അതിൽ ഒഴികെയുള്ള കോളങ്ങളിൽ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് നോക്കൂ. ആദ്യത്തെ വരിയിൽ തന്നിരിക്കുന്നത് 1 2 3 4 5 6 7 8 9 10 വരെയുള്ള സംഖ്യകളാണ്. ഇനി രണ്ടാമത്തേത് നോക്കൂ. 2 4 6 2 ഇടവിട്ടിട്ടുള്ളതാണ്. അപ്പോൾ എത്രയായിരിക്കും അടുത്തത്? 8 10 12 14 16 18 20. ഇനി 1 മുതൽ താഴേക്കുള്ളത് നോക്കൂ. 1 2 3 4 5 6 7 8 9 10. അതിൻ്റെ രണ്ടാമത് തന്നിരിക്കുന്നത് താഴേക്ക് 2 4 6 8 10 12 14 16 18 20 ആണ്. കണ്ടില്ലേ. ഇനി നടുവിലുള്ളത് പൂരിപ്പിക്കാം. 5 10 കഴിഞ്ഞാൽ പിന്നെ 5 ഇടവിട്ടിട്ടാണ്. 15 20 25 30 35 40 45 50.
ഇനി ഏറ്റവും താഴെ 10, 20, 30, 40, 50, 60, 70, 80, 90. ഇനി നടുവിൽ നിന്ന് താഴേക്ക് 5, 10, 15, 20, 25, 30, 35, 40, 45, 50. ഇനി അവസാനത്തെ കോളം നോക്കൂ. 10, 20, 30, പിന്നെ 40, 50, 60, 70, 80, 90, 100. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സ് കംപ്ലീറ്റ് ആണ്. ഇനി അടുത്തത് വിട്ടുപോയത് പൂരിപ്പിക്കാൻ തന്നെയാണ്. 2, 4, 6. ഇനി വരുന്നത് എത്രയായിരിക്കും? 2 ഇടവിട്ടിട്ടാണ് അല്ലേ? അതുപോലെ തന്നെ 5, 10, 15. 5 ഇടവിട്ടിട്ടാണ്. മൂന്നാമത്തെ കോളം 40, 50. 10 ഇടവിട്ടിട്ടാണ്. അപ്പോൾ ആദ്യത്തേത് 2, 4, 6, 8, 10, 12, 14. രണ്ടാമത്തേതോ 5, 10, 15, 20, 25, 30, 35. ഇനി അവസാനത്തേത് 10 വ്യത്യാസം. അപ്പോൾ 10, 20, 30, 40, 50, 60, 70. ഓക്കെ ഡിയേഴ്സ്, ഇനി ടെക്സ്റ്റ് ബുക്കിലില്ലാത്ത കുറച്ച് വർക്ക്ഷീറ്റ്സ് നമുക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ? 2 നടുക്ക് തന്നിരിക്കുന്നത്. 2 കൊണ്ട് ചുറ്റുപാടുമുള്ള എല്ലാ സംഖ്യകളും ഗുണിച്ച് ഉത്തരം എഴുതണം. ഇനി 14 എന്ന് തന്നിട്ട് 2, 7 തന്നിട്ടുണ്ട്. അതായത് 14നെ 2 ഭാഗങ്ങളാക്കിയാൽ എത്രയാണ്? 7 കൂട്ടണം 7, 14. അതുപോലെ തന്നെ ബാക്കിയുള്ളവ കൂടി ചെയ്യണം. ഈ തന്നിരിക്കുന്ന സംഖ്യകളെ ഗുണിച്ച് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കൂട്ടി എഴുതിയിട്ടുണ്ട്. 4 കൂട്ടണം 4 കൂട്ടണം 4. അതിൻ്റെ ഗുണന രൂപമാണ് അപ്പുറത്തെ കോളത്തിൽ എഴുതേണ്ടത്. ആദ്യത്തെ കോളത്തിൽ ഗുണിക്കുന്ന രൂപം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത കോളത്തിൽ എഴുതേണ്ടത് അവ എങ്ങനെയാണ് കൂട്ടുക എന്നാണ്. 3 ഗുണിക്കണം 6 എന്ന് എഴുതിയപ്പോൾ 3 തവണ 6. ബാക്കിയുള്ള സംഖ്യകളും അതുപോലെ എഴുതണം. എത്ര വരിയും എത്ര നിരയും ഉണ്ട് എന്നാണ് എഴുതേണ്ടത്. 2 വരിയാണുള്ളത്. 2 റോ എന്ന് പറഞ്ഞാൽ 2 വരി. അതിൽ എത്ര വീതമുണ്ട്? 3 എണ്ണം വീതം. 2 ഗുണിക്കണം 3, 6. ബാക്കിയുള്ളത് എഴുതണം. ഇതും അതുപോലെ തന്നെയാണ് എഴുതേണ്ടത്. കണ്ടില്ലേ? 8 ഗ്രൂപ്പാണ് 2ൻ്റെ. അങ്ങനെയാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ബാക്കിയുള്ളതും എണ്ണി നോക്കി എഴുതണം. ഇനി 7 ഗ്രൂപ്പ് 1ൻ്റെ, അത് വരയ്ക്കാനാണ്. അതുപോലെ തന്നെ 6 ഗ്രൂപ്പ് 2ൻ്റെ, 5 ഗ്രൂപ്പ് 4ൻ്റെ, 3 ഗ്രൂപ്പ് 8ൻ്റെ. ഇതൊക്കെ ചിത്രം വരയ്ക്കണം. കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 കൂട്ടണം 4 കൂട്ടണം 4 കൂട്ടണം 4 എന്ന് പറയുമ്പോൾ ആദ്യത്തെ വരിയിൽ 4 എണ്ണത്തിനും രണ്ടാമത്തേതിലും മൂന്നാമത്തേതിലും നാലാമത്തേതിലും കളർ കൊടുക്കണം 4 എണ്ണത്തിന്. ബാക്കിയുള്ളത് കൂടി അതുപോലെ ചെയ്യുക. ഇതിൻ്റെ എല്ലാം ഗുണന രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. ഇനി ഈ പാറ്റേൺ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 12, 16. 12ൽ നിന്ന് 16ലേക്ക് പോകാൻ എത്രയാണ്? 4 വ്യത്യാസം. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ കൂട്ടി എഴുതണം. ഇനി 32, 36 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അതും 4. അപ്പോൾ ബാക്കിയുള്ളതും 4 കൂട്ടി പോകണം. മൂന്നാമത്തേതും വ്യത്യാസം എന്ന് പറയുന്നത് 4 തന്നെയാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാ കണക്കുകളും 4 വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ അത് ചെയ്ത് നോക്കണം. ഇനി ഈ പാറ്റേൺ എന്ന് പറയുന്നത് 3, 6. അവ തമ്മിലുള്ള വ്യത്യാസം 3 അല്ലേ? ഇനി അടുത്തത് 4, 8. ഇതിൻ്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂട്ടുന്ന രൂപവും അതുപോലെ തന്നെ ഗുണിക്കുന്ന രൂപവും തന്നിട്ടുണ്ട്. ഉത്തരമാണ് എഴുതേണ്ടത്. ഇതും അതുപോലെ തന്നെ ഗുണന രൂപത്തിൽ എഴുതണം. അപ്പോൾ തന്നിരിക്കുന്ന ഓരോ ചിത്രവും എണ്ണി നോക്കി ഗുണന രൂപത്തിൽ എഴുതണം. ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്. ഗുണന രൂപം തന്നിരിക്കുന്നു. അതിൻ്റെ ഉത്തരത്തിന് നേരെ വരച്ചു ചേർക്കണം. ഉത്തരം എഴുതുക. അതിൻ്റെ ഗുണന രൂപവും എഴുതണം. ഇതും അതുപോലെ തന്നെയുള്ള ഒരു കണക്കാണ്. കണ്ടില്ലേ? ഇതിൻ്റെ എക്സാമ്പിളിൽ തന്നിരിക്കുന്നത് പോലെ തന്നെ ചെയ്യണം. എത്രയാണ് എന്ന് കൂട്ടി എഴുതണം, ഗുണിച്ചും എഴുതണം. ആദ്യത്തേത് കൂട്ടി എഴുതുന്നതാണ്. കണ്ടില്ലേ? 2 കൂട്ടണം 2 കൂട്ടണം 2, 3 ഗുണിക്കണം 2. ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തു നോക്കണം. 10 ഇടവിട്ടിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ബാക്കിയുള്ളതോ പൂരിപ്പിക്കുക. ഈ തന്നിരിക്കുന്നത് 2ൻ്റെ വ്യത്യാസത്തിൽ കൂടി പോകുന്നതാണ്. അപ്പോൾ കണ്ടുപിടിച്ച് ഉത്തരം എഴുതുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളും
കൂടാതെ തന്ന പ്രവർത്തനങ്ങളും ചെയ്തു നോക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്